സൂര്യപ്രകാശം നിറഞ്ഞ ഒരു മുറ്റം സങ്കല്പിക്കുക. അവിടെ വായു പ്രതീക്ഷയോടെ മൂളുന്നു. പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് അഭ്യാസികൾ അവരുടെ പ്രദർശനത്തിനായി തയ്യാറെടുക്കുന്നു. കാണികളുടെ ഒരു കൂട്ടം ഇതുറ്റുനോക്കുന്നു. വേഗത്തിലുള്ളതും പരിശീലനത്തിൻ്റെ താളമേറിയ ചലനത്തോടെ ഒരു മുളങ്കമ്പ് വായുവിലൂടെ കറങ്ങുന്നു. ഓരോ കൃത്യമായ പ്രഹരത്തെയും മനോഹരമായി എതിർക്കുന്നു, മുറിക്കുന്നു. ഇതാണ് സിലംബം. തമിഴ്നാട്ടിൽ നിന്നുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആയോധന പാരമ്പര്യം. അവിടെ ഓരോ ചലനവും പോരാട്ടത്തിൻ്റെ ശക്തിയും ഒരു പുരാതന കലയുടെ വൈദഗ്ധ്യവും സംയോജിപ്പിക്കുന്നു. ഇന്ത്യയിലെ തമിഴകം പ്രദേശത്ത് ഉദ്ഭവിച്ച ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആയോധന കലകളിൽ ഒന്നാണിത്. കുറഞ്ഞത് BC 10,000 മുതൽക്കേ സിലംബം നിലനിന്നിരുന്നു എന്നാണ് പുതിയ സർവേകളും പുരാവസ്തു ഗവേഷണങ്ങളും തെളിയിച്ചിരിക്കുന്നത്. തമിഴ് ആയോധന കലയായ സിലംബം സങ്കീർണമായ സാങ്കേതിക വിദ്യകൾക്കും സുഗമമായ ചലനങ്ങൾക്കും പേരുകേട്ടതാണ്. സിലംബം എന്നറിയപ്പെടുന്ന മുള കൊണ്ടുള്ള ഒരു വടി ഉപയോഗിച്ച് പ്രാക്ടീഷണർമാർ വൈവിധ്യമാർന്ന അടികൾ, ബ്ലോക്കുകൾ, കറക്കങ്ങൾ എന്നിവ നടത്തുന്നു. ഈ കലാരൂപം ചടുലത, കൃത്യത, ഏകോപനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഇതിന് തീവ്രമായ ശ്രദ്ധയും വൈദഗ്ധ്യവും ആവശ്യമാണ്. സിലംബത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ ശാരീരിക വൈദഗ്ധ്യത്തിൻ്റെ പ്രകടനം മാത്രമല്ല, തന്ത്രപരമായ ചിന്തയുടെയും ആഴത്തിലുള്ള സാംസ്കാരിക വേരുകളുടെയും പ്രതിഫലനം കൂടിയാണ്. സിലം എന്നാൽ പർവ്വതമെന്നും ബാം എന്നാൽ മുള എന്നും അർത്ഥമാക്കുന്നു. കേരളീയ ആയോധന കലയായ കളരിപ്പയറ്റുമായി സിലംബത്തിന് അടുത്ത ബന്ധമുണ്ട്. സിലംബവും കൂട്ടുവരിസയും പ്രധാനമായും കാൽ ചലനത്തെയാണ് ആശ്രയിക്കുന്നത്. വടിയുടെ ചലനത്തിനൊപ്പം നിൽക്കാൻ കാൽ ചലനത്തിൽ പ്രാവീണ്യം അനിവാര്യമാണ്. ഇതിനായി 16 ചലനങ്ങളിൽ അഗ്രഗണ്യന്മാരാവേണ്ടതുണ്ട്. നിരവധി ആയുധധാരികളായ എതിരാളികൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഉപയോക്താവിനെ സജ്ജമാക്കുക എന്നതാണ് പരിശീലനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. പ്രധാനമായും മുളവടിയാണ് ആയുധം. മുളവടിയുടെ നീളം പരിശീലകന്റെ ഉയരമനുസരിച്ചാണ് നിർണ്ണയിക്കുന്നത്. മറ്റൊന്ന് മാരു എന്ന മാൻകൊമ്പ് കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു കുത്തുന്ന ആയുധമാണ്. അതുകൂടാതെ സെടികുച്ചി അഥവാ അരിവാൾ, അരുവ അതും അരിവാൾ തന്നെയാണ്. സവുക്കു, മലയാളത്തിൽ ചാട്ട, വാൽ അല്ലെങ്കിൽ വളഞ്ഞ വാൾ, കൂട്ടുകാറ്റ്, മുനയുള്ള നക്കിൾ ഡസ്റ്റർ, കത്തി, കുറിയവടി ഇവയൊക്കെയാണ് സിലംബത്തിലെ ആയുധങ്ങൾ. സിലംബത്തിൻ്റെ സ്വാധീനം അതിൻ്റെ പരമ്പരാഗത പശ്ചാത്തലത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നുണ്ട്. ചരിത്രപരമായി ഈ ആയോധന കല ഏഷ്യയിലുടനീളമുള്ള മറ്റ് വിവിധ ആയോധന കലകളുടെ പാരമ്പര്യങ്ങളെ സ്വാധീനിക്കുകയും സ്വയം സ്വാധീനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സിലംബത്തിലെ മുളവടിയുടെ ഉപയോഗം ഫിലിപ്പീനോ ആർണിസിലും ഇന്തോനേഷ്യൻ പെങ്കാക് സിലാറ്റിലും കാണപ്പെടുന്ന സാങ്കേതിക വിദ്യകളുമായി സാമ്യമുള്ളതാണ്. ഇന്ത്യക്കും തെക്കുകിഴക്കൻ ഏഷ്യയ്ക്കുമിടയിലുള്ള ചരിത്രപരമായ വ്യാപാര മാർഗങ്ങളിലൂടെയും സാംസ്കാരിക കൈമാറ്റങ്ങളിലൂടെയും പങ്കിട്ട വിശാലമായ ഒരു ആയോധന പൈതൃകത്തെ ഈ സമാനത പ്രതിഫലിപ്പിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ മിക്ക രാജാക്കന്മാരും യുദ്ധങ്ങളിൽ സിലംബം ഉപയോഗിച്ചിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നിരോധിക്കപ്പെടുന്നതുവരെ ബ്രിട്ടീഷ് കോളനികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തമിഴ് രാജാവായ വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ സൈന്യം സിലംബം ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. നിരോധനവും തോക്കുകളുടെ ആവിർഭാവവും ചേർന്ന് സിലംബത്തിൻ്റെ ഏറ്റുമുട്ടൽ വശത്തെ സാരമായി ബാധിച്ചു. അതിൻ്റെ ഫലമായി പ്രകടന കലയായി സിലംബം പരിണമിച്ചു. ആധുനിക പോരാട്ട കായിക ഇനങ്ങളിലും സ്വയം പ്രതിരോധ സംവിധാനങ്ങളിലും സിലംബത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സിലംബത്തെ നിർവചിക്കുന്ന കൃത്യത, സമയം, ദ്രവ്യത എന്നിവയുടെ തത്വങ്ങൾ ക്രാവ് മാഗ, മിക്സ്ഡ് മാർഷൽ ആർട്സ് അഥവാ MMA തുടങ്ങിയ സമകാലിക ആയോധന കലകളുമായി പ്രതിധ്വനിക്കുന്നു. സിലംബത്തിൻ്റെ തന്ത്രപരവുമായ ഘടകങ്ങൾ എതിരാളികളെ മുൻകൂട്ടി കാണാനും നേരിടാനുമുള്ള ഒരു
പരിശീലകന്റെ കഴിവിന് സംഭാവന നൽകുന്നു. ഇത് ഇന്നത്തെ പോരാട്ട കായിക രംഗത്ത് കലയുടെ നിലനിൽക്കുന്ന പ്രസക്തിയും വൈവിധ്യവും പ്രകടമാക്കുന്നു. സിലമ്പം വെറുമൊരു ആയോധനകല മാത്രമല്ല, മറിച്ച് തമിഴ് സംസ്കാരത്തിൻ്റെ ഊർജ്ജസ്വലമായ ഒരു പ്രകടനമാണിത്. ഉത്സവങ്ങളിലും ചടങ്ങുകളിലും പരമ്പരാഗതമായി അവതരിപ്പിക്കപ്പെടുന്ന ഇത് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ ഉൾക്കൊള്ളുന്നു. ആഗോള ആയോധനകല പരിപാടികളുമായുള്ള അതിൻ്റെ സംയോജനവും മറ്റ് പോരാട്ട മേഖലകളിലുള്ള അതിൻ്റെ സ്വാധീനവും ചരിത്രപരവും സമകാലികവുമായ ഒരു പരിശീലനം എന്ന നിലയിൽ അതിൻ്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നുണ്ട്. സിലമ്പത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.